സാറ് നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് വേണ്ട ക്രൂഡ് ഓയിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ നിവൃത്തിയില്ല. പക്ഷേ ഈ സൗദി പോലെയുള്ള ഗൾഫ് രാജ്യങ്ങൾ തന്ത്രപൂർവ്വം ഇന്ത്യയെ കാര്യമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം രണ്ട് വിലയ്ക്കാണ് അവർ ഈ ക്രൂഡ് ഓയിൽ വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പൊ അമേരിക്ക അതേപോലുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ആ, കുറഞ്ഞ വിലയിൽ വിൽക്കുമ്പോൾ നമുക്ക് ഏഷ്യൻ പ്രീമിയം എന്ന പേരിൽ അധിക വില ഈടാക്കിയാണ് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ വിറ്റോണ്ടിരുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. പക്ഷെ ഇപ്പോ അവരത് പിൻവലിക്കാൻ തയ്യാറാകുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇപ്പൊ അങ്ങനെ ഒരു നടപടിയിലേക്ക് സൗദി പോലെയുള്ള രാജ്യങ്ങൾ നിർബന്ധിതമായത്? ഈ സെപ്റ്റംബർ 1 മുതൽ ഉം. സൗദി ഏഷ്യൻ രാജ്യങ്ങളുടെ മേൽ ചുമത്തിയിരുന്ന, അതായത് മുഖ്യമായിട്ടും ഇന്ത്യയുടെയും ചൈനയുടെയും മേൽ ചുമത്തിയിരുന്ന ഉം. ഏഷ്യൻ പ്രീമിയം എന്ന അധിക നിരക്ക് ഉം. കാര്യമായിട്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഉം. അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും വിൽക്കുന്ന ക്രൂഡ് ഓയിൽ അത് ഒരു ബാരൽ വിൽക്കുമ്പോൾ അത് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ യൂറോപ്പിനോ വിൽക്കുന്നതിനേക്കാൾ ഏതാണ്ട് $2 അതിലധികവും ചുമത്തിയാണ് അവർ നമ്മൾക്ക് തന്നിരുന്നത്. ഉം. നോക്കണം, എന്തൊരു അനീതിയാണിത്. ഉം. കാരണം ഒരു കാലത്ത് സൗദിയുടെ പക്കൽ നിന്നും ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിരുന്നത് ഇന്ത്യയും ചൈനയുമാണ്. ഉം. അങ്ങനെ അവരുടെ രാജ്യത്തിലേക്ക് സമ്പത്ത് ഒഴുക്കിയ നമ്മളുടെ മേൽ അവര് അധിക നികുതി ചുമത്തും. അതായത് അവരെ അവരെ ആശ്രയിക്കുന്നു, അല്ലെ അവരെ യഥാർത്ഥത്തിൽ അവരെ സഹായിക്കുകയാണ്. അതെ. അവർക്കും ഇത് വിറ്റിട്ട് വേണമല്ലോ അവർക്കും നിലനിൽക്കേണ്ടത്. ഉം. അല്ലാതെ അവർക്ക് മറ്റു വരുമാനമുള്ള രാജ്യമല്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഉപകാരം ചെയ്യുന്നതിന് നമ്മുടെ തലക്കിട്ട് ഒരു അടിയും കൂടെ തരും. ഉം. 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 അത് അവർ നിർത്തി. എന്തുകൊണ്ട് നിർത്തി? അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകളുടെ ശക്തി. ഉം. അവർ നിർത്താൻ നിർബന്ധിതമായതാണ്. അതല്ലാതെ സ്നേഹമൊന്നുമില്ല. കച്ചവടത്തിൽ സ്നേഹമൊന്നുമില്ല. ഉം. കച്ചവടം കച്ചവടമാണ്. ബിസിനസ് ഈസ് ബിസിനസ്. ഉം. അതില് ലാഭം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ സംഭവിച്ചത്, റഷ്യ നമുക്ക് ഒരു ബാരലിന് അന്താരാഷ്ട്ര തലത്തിൽ നിലവിലുള്ളതിനേക്കാൾ $5 മുതൽ $10 വരെ കുറച്ചിട്ടാണ് തരുന്നത്. ഉം. മാത്രവുമല്ല, ഈ ക്രൂഡ് കൊണ്ടുവരുന്ന കപ്പലുകളുണ്ട്, ഉം. ടാങ്കർ കപ്പലുകളുണ്ട്. ഈ കപ്പലുകൾക്ക് വലിയ ഇൻഷുറൻസ് ഉണ്ട്. ഈ ഉം. പ്രീമിയത്തിന്റെ ഒരു ഭാഗവും റഷ്യ വഹിക്കും. ഉം. ശരി. ഉം. അങ്ങനെ വലിയ ലാഭത്തിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ചിലർ ചോദിക്കും, എന്താണ് ഈ സൗദി എണ്ണ, സൗദി ക്രൂഡ് എന്ന് പറയുന്നത്? ഈ ക്രൂഡ് പല തരത്തിലുള്ള ക്രൂഡ് ഓയിൽ ഉണ്ട്. ഉം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് സൗദി അറബ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്. ഉം. ഇത് സ്വീറ്റ് ക്രൂഡ് എന്നാണ് ഇതിന് പറയുന്നത്. ക്രൂഡ് ഓയിൽ പൊതുവെ രണ്ട് തരമുണ്ട്. അത് ഉം. സ്വീറ്റ്, സവർ. ഇങ്ങനെ സവർ എന്ന് പറഞ്ഞാൽ ചവർപ്പുള്ളതാണ് എന്നുള്ള ഉം. അർത്ഥം. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരമുള്ളത്. ഈ എണ്ണയ്ക്ക് ചവർപ്പും മധുരവും ഒന്നുമില്ല. ഉം. പക്ഷേ അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. എന്താണ് ആ പേരിന്റെ അടിസ്ഥാനം? പേരിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന സൾഫറിന്റെ അളവാണ്. അത് ശരി. ഈ ഉം. സൾഫർ കുറഞ്ഞ എണ്ണയാണെങ്കിൽ അത് സ്വീറ്റ്, ഉം. സൾഫർ കൂടിയ എണ്ണയാണെങ്കിൽ അത് സവർ. ഉം. സവർ എന്ന് പറയുമ്പം ഇത് ഡിസ്റ്റിലറീസിന് കുറച്ചുകൂടെ അധ്വാനിക്കേണ്ടി വരും. ഉം. ഈ ഉം. ഓയിൽ റിഫൈനറീസിന് ഉം. ഈ പിന്നെ സൾഫർ നീക്കം ചെയ്യാനും ഇതിലെ ഇമ്പ്യൂരിറ്റീസ് എന്ന് നമ്മൾ അതിന് വേറെ ഉപയോഗമുണ്ട്. ഉം. ഉം. പക്ഷെ എണ്ണയിൽ കലർന്നിരിക്കുന്ന മറ്റു വസ്തുക്കൾ നീക്കം ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടെ അധ്വാനിക്കേണ്ടി വരും. ഉം. നേരെ മറിച്ച് ലൈറ്റ് ക്രൂഡ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ വേഗത്തിൽ റിഫൈൻ ചെയ്തെടുക്കാം. ഉം. അപ്പോ സൗദി പറഞ്ഞിരുന്നത് അറേബ്യൻ ലൈറ്റ് എന്ന് പറയുന്ന കുറച്ചുകൂടെ ടോപ്പ് ക്വാളിറ്റി ഓയിലാണ്, ആ ഉം. ക്വാളിറ്റിക്ക് നൽകുന്ന വിലയാണിതെന്ന്. പക്ഷെ ഉം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഈ ക്വാളിറ്റി ഓയിൽ വാങ്ങിക്കുന്ന എല്ലാവർക്കും ആ വില ചുമത്തണ്ടേ? അതെ. അമേരിക്ക വാങ്ങിക്കുമ്പോഴും യൂറോപ്പ് വാങ്ങിക്കുമ്പോഴും ഇതേ വില ചുമത്തണ്ടേ? ഉം. പക്ഷെ അവരത് ചുമത്തത്തില്ല. ഉം. അതായത് സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കും, മുട്ടുപറയ്ക്കും. ഉം. ഏഷ്യക്കാരനെ കാണുമ്പോൾ അവർ മീശ പിരിക്കും. ഉം. ഇതാണ് സൗദി ചെയ്തുകൊണ്ടിരുന്നത്. ഉം. പക്ഷെ അത് ഈ 2023 മുതൽ പതുക്കെ പതുക്കെ, അതിനു മുമ്പ് $2 ഒന്നും അല്ലായിരുന്നെന്നാണ് പറഞ്ഞത്. വലിയ വലിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഉം. ഉം. അത് ഇന്ത്യ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങാൻ തുടങ്ങിയതോടുകൂടി സൗദി മര്യാദയ്ക്ക് താഴെ വന്നു. ഉം. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ അസ്വസ്ഥതയുണ്ടാകും. പക്ഷെ ഞാൻ വസ്തുതകൾ മാത്രമാണ് പറയുന്നത്. ഇതില് മറ്റു ഘടകങ്ങളൊന്നുമില്ല. ഉം. അങ്ങനെ ഈ അവരെ സഹായിക്കാൻ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ അന്നത്തെ അവരെ ഭരിച്ചിരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാല്, ഈ എണ്ണ ഇവൻ എവിടുന്ന് വാങ്ങിക്കും? ഞങ്ങൾ കൊടുത്തില്ലേ ഇവന് എണ്ണ കിട്ടത്തില്ല. ഉം. അപ്പൊ ഞങ്ങൾ പറയുന്ന വിലയ്ക്ക്, ഞങ്ങൾ പറയുന്ന സമയത്ത്, ഞങ്ങളുടെ സൗകര്യത്തിന് ഞങ്ങൾ വിൽക്കും. ഇപ്പൊ ഉം. പണ്ടൊക്കെ ഇവിടെ ചില ഹോട്ടലുകാരുണ്ട്, അങ്ങോട്ട് കയറി ചെന്നാൽ നമ്മളെ ചീത്ത വിളിക്കും. അവർ തോന്നുന്ന പോലെ നമ്മൾ ആഹാരം ഓർഡർ ചെയ്താൽ
ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇപ്പം മാത്രമേ എനിക്ക് തരാൻ സൗകര്യമുള്ളൂ, നീ ഉം. വേണമെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ പോടാന്ന് പറയും. അത്തരം ഒരു മനോഭാവം, ഒരു ധാർഷ്ട്യം. ഉം. പക്ഷെ ഈ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങാൻ തുടങ്ങിയതോടുകൂടി ഈ ധാർഷ്ട്യം എല്ലാം പമ്പ കിടന്നു. ഇനി ഇത് ചെലവാകില്ല എന്ന് മനസ്സിലായി. റഷ്യ അപ്പോൾ പണ്ടുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ റഷ്യ പുറത്തേക്ക് വിൽക്കുന്നത് യൂറൽ ഓയിൽ എന്ന് പറയുന്ന ഒരു തരം എണ്ണയാണ്. ഉം. യൂറൽ ഓയിൽ എന്ന് പറയുന്നത് യൂറൽ പർവ്വത നിരകളിൽ നിന്നും അതിന്റെ ആ പ്രദേശങ്ങളിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന എണ്ണയ്ക്കാണ് യൂറൽ ഓയിൽ എന്ന് പറയുന്നത്. ഉം. റഷ്യക്ക് മറ്റൊരു എണ്ണയും കൂടെ ഉണ്ട്, ടോപ്പ് ക്വാളിറ്റി. ഈ യൂറൽ ഓയിൽ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി സൾഫർ ഉണ്ട്. ഉം. സൾഫർ കുറഞ്ഞ ലൈറ്റ് പിന്നെ എണ്ണയും റഷ്യ കുഴിച്ചെടുക്കുന്നു. ഉം. അത് സൈബീരിയയിൽ നിന്നാണ്. ഉം. ആ ലൈറ്റ് ക്രൂഡ് ഇവിടെ റഷ്യ ചെയ്തത് ഇന്ത്യക്ക് തരാൻ വേണ്ടുന്ന ഇന്ത്യയോട് അവർ ആദ്യമേ ഉറപ്പ് തന്നു, നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറയുന്ന യൂറൽ സവർ ഓയിൽ അല്ല തരാൻ പോകുന്നത്, ഉം. യൂറൽ ലൈറ്റ് എന്ന് പറഞ്ഞ് സൈബീരിയൻ എണ്ണ ക്രൂഡൂടെ മിക്സ് ചെയ്തിട്ട് ഉം. ആ ലൈറ്റ് ഓയിൽ, അതായത് സൾഫറിന്റെ അളവ് കുറച്ചിട്ട് ഉള്ള ക്രൂഡ് ഓയിലാണ് തന്നത്. അതാണ് സൗദിയെ ഞെട്ടിച്ചത്. ഉം. അപ്പോ ഇതിന്റെ ഈ എണ്ണ ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് പല ബ്രാൻഡ് ഉണ്ട് ലോകത്തില്. ആ പല ബെഞ്ച് മാർക്കുകളാണ്. ഒന്നാമത്തേത്, ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ബ്രന്റ് എന്ന് പറയും. ബ്രന്റ് എന്ന് പറയുന്ന ഈ ലൈറ്റ് സ്വീറ്റ് ക്രൂഡാണ്, സൾഫർ കുറവാണ്. ഉം. അതേസമയം അതിന് വില കൂടുതലാണ്. ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ബ്രന്റിന്റെ ഇന്നത്തെ വില ബാരലിന് ഏതാണ്ട് $67.8 ഒരു ബാരൽ. ഉം. ഏതാണ്ട് $68 എന്ന് കൂട്ടാം. അതിന്റെ താഴെ വേറൊരു അമേരിക്കയിൽ നിന്ന് വരുന്ന ഓയിലുണ്ട്, അത് ഇത്രയും ക്വാളിറ്റി ഇല്ല, സൾഫറിന്റെ അളവ് കൂടുതൽ. അതിന് വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് എന്ന് പറയും, WTI. ഉം. ഈ WTIക്ക് ഇപ്പൊ ഇന്നത്തെ വില നോക്കുവാണെങ്കിൽ ഏതാണ്ട് ബാരലിന് 65 സംതിങ് ഡോളറാണ്. എപ്പോഴും ഒരു $3, ചില സമയത്ത് $5 ഒക്കെ വ്യത്യാസം വരും ഒരു വീപ്പേ തന്നെ. അങ്ങനെ രണ്ട് തരത്തിലുള്ള ക്രൂഡ് ഓയിലുകളുണ്ട്. പിന്നെ ഇന്ത്യ പക്ഷേ വില കണക്കാക്കുന്നത് ഇന്ത്യൻ ക്രൂഡ് ബാസ്ക്കറ്റ് എന്ന് പറയും. അതായത് ഒമാൻ ക്രൂഡ്, ദുബായ് ക്രൂഡ്, സൗദിയുടെ, പിന്നെ ബ്രന്റ്, ഇതിന്റെ എല്ലാം കൂടെ വില ഇതിന് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വില നിർണയ രീതിയുണ്ട്, ഇന്ത്യൻ ക്രൂഡ് ബാസ്ക്കറ്റ്. അപ്പം പലപ്പോഴും അത് മറ്റുള്ള രാജ്യങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ ഉയർന്ന വിലയിലാണ് ഇന്ത്യ വാങ്ങിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ വാങ്ങിക്കാൻ നിർബന്ധിതമായിരുന്നത് ആ വിലയിലാണ്. പക്ഷെ ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സെപ്റ്റംബർ 1-ാം തീയതി വീപ്പയ്ക്ക് $1 വെച്ച് സൗദി കുറച്ചു. ഇതിന് മുമ്പ് ഇന്ത്യക്ക് തന്നിരുന്ന ഓയിൽ 2 തവണ വില കുറച്ചിരുന്നു, 2024-ലും 2023-ലും. പക്ഷെ ഇന്ത്യ അതിലൊന്നും വീണില്ല. ഇന്ത്യക്ക് ഇവര് വില കുറയ്ക്കുമ്പോൾ റഷ്യ അതിനേക്കാൾ വില കുറയ്ക്കും. ഇവർ തമ്മിലൊരു മത്സരമായി. അപ്പം ഈ ഇന്ത്യയുടെ ഒരു തന്ത്രം, അതിന് ഞാൻ പ്രധാനമന്ത്രിയെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെയാണ് ഈ ഒരു തന്ത്രം സ്വീകരിക്കാനും, അതുപോലെ തന്നെ അമേരിക്കയുടെ വിരട്ടലുകളൊന്നും വകവയ്ക്കാതെ വീണ്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ച് ഇന്ത്യക്ക് ബില്യൺസ് ഓഫ് $, ഒരു വർഷം 5 തൊട്ട് 10 ബില്യൺ $, വരെ ഇന്ത്യ സേവ് ചെയ്യുകയാണ് ഇതിലൂടെ. അങ്ങനെ ഉള്ള ഒരു തീരുമാനവും നിശ്ചയദാർഢ്യം എടുത്തതിന് അതിന്റെ ബെനിഫിറ്റ് മെച്ചം ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്കും കിട്ടുന്നുണ്ട്. ചൈനയും തീർച്ചയായിട്ടും ഇപ്പോ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ബയേഴ്സ് ആണ് ഇന്ത്യയും ചൈന. ഇന്ത്യ ഈ ഓയിൽ മാർക്കറ്റിന്റെ ഡൈനമിക്സ് തന്നെ മാറ്റിക്കളഞ്ഞു. ഇതുവരെ ഓയിലിന്റെ വില, ക്രൂഡിന്റെ വില നിർണ്ണയിച്ചിരുന്നത് അത് വിൽക്കുന്ന ആളാണ്. ഇന്നത്തെ ലോകത്തിൽ വിൽക്കുന്ന ആളല്ല, വാങ്ങുന്ന ആളാണ് വില നിശ്ചയിക്കുന്നത്. ആ ഘട്ടത്തിലെത്തി. കാരണം അത്ര മാസീവ് പർച്ചേസ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പം ആലപ്പുഴയിലെ മാർക്കറ്റിൽ, പച്ചക്കറി ചന്തയിലെ അവിടെ റീറ്റെയിൽ ബയേഴ്സ് വരുന്നുണ്ട്. അവർക്ക് മാർക്കറ്റിന്റെ വിലയെ നിയന്ത്രിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു ബൾക്ക് ബയർ വന്നിട്ട് അയാൾ ഒരു 50 ടൺ പച്ചക്കറി എടുക്കുക എന്നിരിക്കട്ടെ, തീർച്ചയായിട്ടും അയാൾക്ക് ആ മാർക്കറ്റിൽ വില കുറച്ച് അയാൾ പറയും. കാരണം അയാൾക്ക് കൊടുത്തില്ലേ അയാൾ വേറൊരു മാർക്കറ്റിൽ പോകും, അവിടുന്ന് അയാൾക്ക് കിട്ടും. കാരണം ബൾക്കായിട്ട് എടുക്കുന്ന ഇയാളെ പോലുള്ള ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ അന്നത്തെ കച്ചവടം ശരിയാവും. നേരെ മറിച്ച് 100 അല്ലെ 1000 10,000 ചെറിയ കസ്റ്റമേഴ്സ് വന്നാൽ അവരെല്ലാം കൂടെ വാങ്ങിക്കുന്നത് ചിലപ്പോൾ 10 ടണ്ണായിരിക്കും. ഈ ഒരു വ്യത്യാസം ഇന്ത്യ ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ക്രൂഡ് ബയറാണ്. ചൈന 1ാമത്തെ ഏറ്റവും വലിയ ക്രൂഡ് ബയറാണ്. അപ്പോൾ ഈ ബയേഴ്സ് മാർക്കറ്റായിട്ട് ഈ ക്രൂഡ് മാർക്കറ്റിനെ മാറ്റിക്കളഞ്ഞു. അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉറച്ച നിലപാടും
തന്ത്രവും. പിന്നെ ഇവിടെ ചില ആൾക്കാർ പറയും സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചില്ലെങ്കിൽ സൗദി ഇന്ത്യയോട് പിണങ്ങും, ഇന്ത്യക്കാരെ തിരിച്ചയക്കും. ചുമ്മാ. ഇന്ത്യക്കാരെ സൗദിക്ക് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്നത്? ഞാനും ഗൾഫിൽ ജോലി ചെയ്ത ആളാണ്. എന്തുകൊണ്ടാണ് അവർ ജോലി എടുക്കുന്നത്? കാരണം നമ്മുടെ സ്ഥാനത്ത് ഒരു സായിപ്പിനെ വെച്ചാൽ നമുക്ക് തരുന്ന ശമ്പളത്തിന്റെ 3 ഇരട്ടി കൊടുക്കണം. ഏറ്റവും കുറഞ്ഞ 2 ഇരട്ടിയെങ്കിലും കൊടുക്കണം. ഉം. അതായത് എനിക്ക് 2 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം തരികയാണെങ്കിൽ എന്റെ സ്ഥാനത്ത് ഒരു സായിപ്പിനെ എടുത്താൽ ഏറ്റവും കുറഞ്ഞ 6 ലക്ഷം രൂപയെങ്കിലും അതിന് തുല്യമായ ആ, പിന്നെ അവരുടെ കറൻസി കൊടുക്കണം. അപ്പം ഈ കുറഞ്ഞ ചെലവിൽ കൂടിയ ക്വാളിറ്റി, കൂടിയ ടാലന്റഡ് വർക്ക് ഫോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ്, ഇതുകൊണ്ടാണ് ഇന്ത്യക്കാരെ എടുക്കുന്നത്. അല്ലാതെ ആർക്കും ആരും സ്നേഹമൊന്നുമില്ല. ഈ ലോകത്തിൽ ആർക്കും ആരോടും സ്നേഹമില്ല. അതൊക്കെ വെറുതെ പറയുന്നത്. ഒരു ചിരിക്ക് പോലും അതിൻ്റെതായ വിലയുണ്ട്. ഞാനിപ്പോ ഇത് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഇയാൾ എന്തൊരു ക്രൂരനാണ്. പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. യെസ്. നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ മിടുക്ക്, ഇത് വേറെ ആൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്നത്. അല്ലാതെ ഇന്ത്യക്കാരോടുള്ള പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. നമ്മുടെ സമാനമായ ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള സായിപ്പിനെ എടുക്കണമെങ്കിൽ നമ്മുടെ 3 ഇരട്ടി തുക കൊടുക്കണം. അറബി എടുക്കണമെങ്കിലും അതേ രീതിയിലാണ്. ലോക്കലിൽ അവിടെ ആളിനെ കിട്ടാനുമില്ല. അതൊക്കെ കൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന തന്ത്രം, നമ്മുടെ മാർക്കറ്റിംഗ് തന്ത്രം വിജയിച്ചിരിക്കുന്നു. സൗദി മുട്ടുമടക്കി. സൗദി ഇതൊന്നും ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഈ സെപ്റ്റംബർ 1 തൊട്ട് അവർ $1 വെച്ച് കുറച്ചു. അതിന് മുമ്പ് 2 തവണ കുറച്ചു. പക്ഷേ എന്നാലും ഒന്നും ഇന്ത്യ പഴയതുപോലെ ഇനി ഒറ്റ സ്ഥലത്തു നിന്ന് ക്രൂഡ് വാങ്ങിക്കുന്ന പരിപാടി ഇന്ത്യ നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് ഏറ്റവും വില കുറച്ച് തരുന്ന ആരോ അവിടുന്ന് വാങ്ങിക്കും. അതിന്റെ പേരിൽ എന്തൊക്കെ ഭീഷണി ഉണ്ടായാലും ഒരു ചുക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പാകിസ്ഥാനുമായിട്ട് ഉള്ള ഏറ്റവും ഒടുവിലത്തെ ഈ പറയുന്ന സൈനിക കരാർ പോലും ഈ ഒരു അസ്വാരസ്യത്തിൽ നിന്നാണ്. അതുകൊണ്ടൊന്നും ഒരു കഥയില്ല. പൈസ പിന്നെ സാധനം വിൽക്കണോ, ന്യായമായ വില ഇടണം. പഴയതുപോലെ പ്രീമിയം എന്ന പേരിൽ ചട്ടമ്പി ഫീസ് വാങ്ങിച്ചിട്ടൊന്നും കാര്യം നടക്കില്ല. ഇതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്.